അടുത്തതായി ഒരു സ്പേമിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രക്ചർ ഓഫ് എ സ്പേം. അപ്പോൾ ഒരു സ്പേമിന് പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്. ഹെഡ് പീസ്, നെക്ക് പീസ്, മിഡിൽ പീസ്, ടെയിൽ. ഹെഡ്, നെക്ക്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. ഇത്രയാണ് 4 ഭാഗങ്ങൾ സ്പേമിൻ്റെ. സോ സ്പേം കൺസിസ്റ്റ് ഓഫ് ഹെഡ്, നെക്ക്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. സ്പേമിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആണ്. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. ഈ ഹെഡ് അല്ലെങ്കിൽ നെക്ക്, മിഡിൽ പീസ്, ടെയിൽ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പിക് ആയതുകൊണ്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴാണ് നമുക്ക് ഈ 4 ഭാഗങ്ങളും സ്പേമിൻ്റെ കാണാൻ പറ്റുന്നത്. അപ്പോൾ സ്പേമിൻ്റെ ഈ ഹെഡ്, മിഡിൽ പീസ് അല്ലെങ്കിൽ നെക്ക്, ടെയിൽ എല്ലാത്തിനെയും കവർ ചെയ്തിട്ട് എൻറ്റയർ ബോഡി ഓഫ് ദ സ്പേം ഒരു പ്ലാസ്മ മെംബ്രെയിൻ വെച്ചിട്ട്, ഒരു സെല്ലാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു പ്ലാസ്മ മെംബ്രെയിൻ വെച്ചിട്ട് എൻവലപ്പ് ചെയ്തിട്ടാണ് ഹോൾ ബോഡി ഓഫ് സ്പേം. അതാണ് പ്ലാസ്മ മെംബ്രെയിൻ എൻവലപ്സ് എ ഹോൾ ബോഡി. സോ സ്പേമിൻ്റെ ഹോൾ ബോഡീനെ കവർ ചെയ്തിട്ട് ഒരു കവറിങ് ഉണ്ട്, അതാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഇനി സ്പേമിൻ്റെ ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് പോർഷൻ ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ ആ ഹെഡിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. അത് ഇലോങ്ങേറ്റഡ് ഷേപ്പിലായിരിക്കും. സോ സ്പേമിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ഷേപ്പിലുള്ള ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ്. എന്തുകൊണ്ട് ഹാപ്ലോയിഡ്? ഇതൊരു ഗാമേറ്റ് ആണ്. ഗാമേറ്റ് എപ്പോഴും ഹാപ്ലോയിഡ് ക്രോമസോം കണ്ടീഷനിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഹാപ്ലോയിഡ് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസ് സ്പേമിൻ്റെ ഹെഡിൽ ഉണ്ടായിരിക്കും. അതുപോലെ സ്പേമിൻ്റെ ഹെഡിൽ ആൻറ്റീരിയർ ടോപ്പിലായിട്ട് ആൻറ്റീരിയർ പോർഷനിൽ ഒരു ക്യാപ്പ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാവും. സോ സ്പേമിൻ്റെ ഹെഡിൽ ആൻറ്റീരിയർ പോർഷനിൽ ക്യാപ്പ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിൻ്റെ പേരാണ് എക്രോസോം. സോ സ്പേമിൻ്റെ ഹെഡിലെ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറിൻ്റെ പേരാണ് എക്രോസോം. ഇനി ഈ എക്രോസോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറിൽ ഒരുപാട് എൻസൈംസ് ഉണ്ടായിരിക്കും. ആ എൻസൈമുകൾ തന്നെ ഹൈഡ്രോളിറ്റിക് അല്ലെങ്കിൽ ലൈസോസൈമുകളായിരിക്കും. ഹൈഡ്രോളിറ്റിക് അല്ലെങ്കിൽ ലൈസോസോം പോലത്തെ എൻസൈമുകളാണ്. അതാണ് ഈ സ്പേമിൻ്റെ ഹെഡിലുള്ള ആ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറിലുള്ള എക്രോസോമിലുള്ള എൻസൈമുകളാണ് സ്പേമിനെ ഓവത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഷന് വേണ്ടി സഹായിക്കുന്നത്. സോ ഫെർട്ടിലൈസേഷൻ ചെയ്യണമെങ്കിൽ ഓവത്തിലേക്ക് സ്പേം പെനിട്രേറ്റ് ചെയ്ത് പോകണം. സോ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് സ്പേമിൻ്റെ ഹെഡിലുള്ള എക്രോസോമിലുള്ള എൻസൈമുകളാണ് അതിനെ സഹായിക്കണം. അത് ഹൈഡ്രോളിറ്റിക് ആയിട്ടുള്ള എൻസൈമാണ്. സോ ഓവത്തിൻ്റെ അതിനെ കവറിങ്ങിനെ ഓവർടേക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ബാരിയറിനെ ഓവർകം ചെയ്ത് പോകണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എൻസൈമുകൾ വേണം. അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് ഹയാലുറോണിഡേസ് എന്ന് പറഞ്ഞ എൻസൈം. സോ ഇതാണ് ആ സ്പേമിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു സ്പേമിൻ്റെ ടോട്ടൽ എൻറ്റയർ ബോഡി കവേർഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. സോ ഒരു പ്ലാസ്മ മെംബ്രെയിൻ വെച്ചിട്ട് സ്പേമിൻ്റെ ഹോൾ ബോഡി കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞ 4 പോർഷൻസ്, ഇത്രയും ഭാഗമാണ് ഹെഡ്, ചെറിയൊരു നാരോ പോർഷൻ നെക്ക്, പിന്നെ ഇത്രയും ഭാഗമാണ് അതിൻ്റെ മിഡിൽ പീസ്, പിന്നെ അത്രയും ബാക്കി ലാസ്റ്റ് പോർഷനാണ് അതിൻ്റെ ടെയിൽ. സോ ഹെഡ് പീസ്, നെക്ക് പീസ്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. ഇത്രയും 4 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞു ആ ഹെഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ ന്യൂക്ലിയസ് ഉണ്ട്. അതാണ് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ്. അതിലാണ് അതിൻ്റെ ക്രോമസോം മെറ്റീരിയൽ ഫുള്ള് ഈ ന്യൂക്ലിയസിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞു ഇതിലൊരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഹെഡിന് ഒരു ക്യാപ്പ് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്താണ് പറഞ്ഞത്? എക്രോസോം. എക്രോസോമിൽ ഒരുപാട് എൻസൈമുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഹൈഡ്രോളിറ്റിക് ആയിട്ടുള്ള എൻസൈം, ഓവത്തിനെ പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമുകളുണ്ട്, ഹൈഡ്രോളിറ്റിക് ആയിട്ടുള്ള എൻസൈമുകൾ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത പോർഷനാണ് നേരോ പോർഷൻ, നെക്ക് പോർഷൻ. സോ നെക്ക് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ, നെക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറുതായിട്ട് ഹെഡ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പേമാണ് എന്ത്? നെക്ക്. സോ സ്മോളസ്റ്റ് പാർട്ട് ഏതിൻ്റെ ഇടയിലാണ്? ഹെഡിൻ്റെയും മിഡിൽ പീസിൻ്റെയും ഇടയിലാണ് ഈ നെക്ക്. ഏറ്റവും ചെറിയ ഭാഗമാണ് സ്പേമിൻ്റെ നെക്ക്. അതുപോലെ മൂന്നാമത്തെ പോർഷനാണ് മിഡിൽ പീസ്. ഇതാണ് മിഡിൽ പീസ്. ഇത്രയും മിഡിൽ പീസ് നമുക്ക് കാണാം. ഇത്രയും ഭാഗമാണ് മിഡിൽ പീസ്. മിഡിൽ പീസിൻ്റെ പ്രത്യേകത അതിൽ മൈറ്റോകോൺട്രിയ ഉണ്ടാവും. ഒരുപാട് മൈറ്റോകോൺട്രിയ ആയിരിക്കും മിഡിൽ പീസ് ഉണ്ടാവും. സോ മിഡിൽ പീസിൽ ന്യൂമറസ് മൈറ്റോകോൺട്രിയ ഉണ്ടായിരിക്കും. ഈ മൈറ്റോകോൺട്രിയാണ് ആ സ്പേമിന് എനർജി കൊടുക്കുന്നത്. ഓവത്തിലേക്ക് മൂവ് ചെയ്യാൻ, ടെയിൽ വെച്ച് മൂവ് ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈറ്റോകോൺട്രിയ എന്താ? പവർ ഹൗസ് ഓഫ് എനർജി എന്നാണ് നമ്മൾ മൈറ്റോകോൺട്രിയനെ പഠിച്ചിട്ടുള്ളത്. സോ മൈറ്റോകോൺട്രിയാണ് എനർജി കൊടുക്കുന്നത്. എന്തിന്? ഫോർ മൂവ്മെൻറ്റ് ഓഫ് ടെയിൽ. സോ 4ാമത്തെ പോർഷനാണ് ടെയിൽ. ടേം എന്താ ചെയ്യേണ്ടത്? സ്പേമിൻ്റെ മോട്ടിലിറ്റീനെ സഹായിക്കുന്നു. സോ ആ മോട്ടിലിറ്റീനെ സഹായിക്കാനുള്ള എനർജി എവിടെ നിന്നാണ് കൊടുക്കണേ? അതിൻ്റെ മിഡിൽ പീസിലുള്ള
മൈറ്റോകോൺട്രിയാണ്. സോ മൈറ്റോകോൺട്രിയ മിഡിൽ പീസിൽ ഒരുപാടുള്ളത് കൊണ്ട് ആ ടെയിലിന് ഫെസിലിറ്റേറ്റ് സ്പേം മോട്ടിലിറ്റി. അങ്ങനെ സ്പേം നന്നായും മോട്ടൈലായി മൂവ് ചെയ്താൽ മാത്രമേ അതിന് ഫെർട്ടിലൈസേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. അത്രയും മോട്ടൈലാണെങ്കിൽ മാത്രമേ ഓവത്തിൻ്റെ അടുത്ത് എത്തുള്ളൂ, എന്നിട്ട് അതിനെ പെനിട്രേറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കും. സോ സ്പേം മോട്ടിലിറ്റി ഈസ് വെരി എസെൻഷ്യൽ ഫോർ ഫെർട്ടിലൈസേഷൻ. സോ മോട്ടൈൽ അല്ല എന്നുണ്ടെങ്കിൽ എന്താ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ഇനി ഒരു ഹ്യൂമൻ മെയിൽ സ്പേം ഇജാക്കുലേറ്റ് ചെയ്യുന്നത്, ഒരു നോർമൽ ഹ്യൂമൻ ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ 200 to 300 മില്യൺ സ്പേംസ് ഒരു കോയിറ്റസിൽ അല്ലെങ്കിൽ ഒരു കോപ്പുലേഷനിൽ തന്നെ എത്രയാ 200 to 300 മില്യൺ സ്പേംസ് ഇജാക്കുലേറ്റ് ചെയ്യും. ആ ഇജാക്കുലേറ്റ് ചെയ്യണതിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു നോർമൽ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ആ ഇജാക്കുലേറ്റ് ചെയ്ത സ്പേമിൽ കുറച്ച് പ്രത്യേകതയുണ്ട്. സോ ഫോർ നോർമൽ ഫെർട്ടിലിറ്റി ഒരു ഹ്യൂമൻ മെയിൽ ഇജാക്കുലേറ്റ് ചെയ്യുന്ന 200 to 300 മില്യൺ സ്പേമിൽ ഒരു നോർമൽ ഫെർട്ടിലിറ്റി നടക്കണമെങ്കിൽ അതിൽ മിനിമം 60%, ഈ 200-300 സ്പേമുകളിൽ മിനിമം 60% സ്പേമിനെങ്കിലും നോർമൽ ഷേപ്പ് ആൻഡ് സൈസ്, ഈ കറക്റ്റ് ഷേപ്പും സൈസിലുള്ള ഒരു 60% സ്പേം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു 40% സ്പേമിനെങ്കിലും വിഗറസ് മോട്ടിലിറ്റി. സോ ആ 40%-ൽ സ്പേമിനെങ്കിലും നല്ല മോട്ടിലിറ്റി അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. സോ 60% സ്പേമിന് നോർമൽ ഷേപ്പും സൈസും ഉണ്ടായിരിക്കണം. 40% സ്പേമിന് വിഗറസ് ആയിട്ട് നല്ല ആക്റ്റീവ്ലി മൂവ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഒരു നോർമൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. സോ ഈ പെർസെൻറ്റേജിൽ ഡിഫറൻസ് വരുമ്പോഴാണ് ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി സ്പേമിന് ഇല്ലാതെ പോകുന്നത്. ഇനി നോക്കുമ്പോൾ നമ്മുടെ സ്പേംസ് എവിടെ നിന്നാണ് റിലീസ് ചെയ്യണേ? സെമിനിഫറസ് ട്യൂബിൽ നിന്നാണ് റിലീസ് ചെയ്യണേ. അതിൻ്റെ പാസേജ് നമ്മൾ പഠിച്ചിരുന്നു. സെമിനിഫറസ് ട്യൂബിൽ നിന്ന് റീറ്റി ടെസ്റ്റിസ് വഴി പിന്നെ വാസ് എഫറൻഷ്യ, പിന്നെ എപ്പിഡൈമിസ്, പിന്നെ വാസ് ഡിഫറൻസ്, അങ്ങനെ മൂവ് ചെയ്യണമുണ്ട്. സോ സ്പേംസ് റിലീസ്ഡ് ഫ്രം സെമിനിഫറസ് ട്യൂബിൾ, നമ്മുടെ 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബിൽ നിന്ന് റിലീസ് ചെയ്ത് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കുറേ ആക്സസറി ഡക്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആക്സസറി ഡക്റ്റുകളിലൂടെ പോയിട്ടാണ് അത് നമ്മുടെ സ്പേം പുറത്തേക്ക് റിലീസ് ചെയ്യണത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആക്സസറി ഡക്റ്റുകൾ കുറേ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് മെയിൽ ആക്സസറി ഡക്റ്റ് എന്ന് പറഞ്ഞു. ആ ആക്സസറി ഡക്റ്റുകളും അതുപോലെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്, ആ ഗ്ലാൻഡുകളൊക്കെ കൂടി ഈ പറഞ്ഞ ഡക്റ്റുകളെയും ഗ്ലാൻഡുകളെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് മെയിലിൻ്റെ ഹോർമോണാണ്, മെയിൽ ടെസ്റ്റിക്കുലാർ ഹോർമോൺ അഥവാ ആൻഡ്രോജൻ. എല്ലാ സെക്സ് ആക്സസറി ഡക്റ്റുകളെയും ഗ്ലാൻഡുകളെയും മെയിലിൽ കൺട്രോൾ ചെയ്യുന്ന മെയിൽ ഹോർമോണാണ്, മെയിൽ ടെസ്റ്റിക്കുലാർ ഹോർമോൺ. അതാരാണ്? ആൻഡ്രോജനാണ്. ഇനി നമ്മൾ പറഞ്ഞു ഈ സ്പേം പുറത്തേക്ക് വരുമ്പോൾ സെമനായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. സോ അതിന് ഒരുപാട് സെക്രീഷൻസ് സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ സെക്രീഷൻസാണ്? സെക്രീഷൻസ് ഓഫ് എപ്പിഡിഡൈമിസ്. സ്പേം ടെമ്പറലി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് എപ്പിഡിഡൈമിസ്. സോ സെക്രീഷൻസ് ഓഫ് എപ്പിഡിഡൈമിസ്, അതുപോലെ അത് പാസ് ചെയ്യുന്ന വാസ് ഡിഫറൻസ്, പിന്നെ അതിന് സെക്രീഷൻസ് സെമിനൽ വെസിക്കിളിൽ നിന്ന് വരുന്നുണ്ട്, പ്രോസ്റ്റേറ്റിൽ നിന്ന് വരുന്നുണ്ട്. സോ സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ്, ഇതിൽ നിന്നൊക്കെ വരുന്ന സെക്രീഷൻസ്, അതുപോലെ എപ്പിഡൈമിസ്, വാസ് ഡിഫറൻസ്, ഇവരൊക്കെ കൂടി എന്തിനു സഹായിക്കുന്നു? എസെൻഷ്യൽ ഫോർ മെച്ചുറേഷൻ ആൻഡ് മോട്ടിലിറ്റി ഓഫ് സ്പേം. ഒരു സ്പേം കറക്റ്റായിട്ട് മെച്ചുവേർഡ് ആവണമെങ്കിലും നന്നായി മോട്ടിലിറ്റി ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ എപ്പിഡൈമിസ്, വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റിനൊക്കെയുള്ള ഹെൽപ്പ് ആവശ്യമാണ്. സോ അവിടെ നിന്നുള്ള സെക്രീഷൻസ് കാരണമാണ് ഒരു സ്പേം ഹൈലി മെച്ചുവേർഡ് ആവണതും അതുപോലെ തന്നെ മോട്ടൈൽ ആവണതും. എന്നാൽ മാത്രമേ ആ സ്പേമിന് ഓവത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവുണ്ടാവുള്ളൂ. സോ ഫൈനലി സ്പേം പുറത്ത് വരുമ്പോൾ സെമൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ സെമിനൽ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഈ സെക്രീഷൻസ് അലോങ് വിത്ത് സ്പേം. സോ ഈ സെക്രീഷൻസും സ്പേമും കൂടി അടങ്ങിയതിനെ വിളിക്കുന്ന പേരാണ് സെമൻ. സോ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. സ്പേമിൻ്റെ സ്ട്രക്ചറിൽ ഹെഡ് പീസ് ഉണ്ട്, നെക്ക് പീസ് ഉണ്ട്, മിഡിലുണ്ട്, ടെയിലുണ്ട്. ഇതൊക്കെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. സോ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്കൊരു ഇങ്ങനെയുള്ള സ്ട്രക്ചറാണ് കാണുക. അതിൽ ഹെഡ് പീസ് എന്ന് പറഞ്ഞത് ടോട്ടൽ ബോഡി കവർ ചെയ്തിട്ട് പ്ലാസ്മ മെമ്പറിൻ വെച്ചിട്ടാണ്. ഹെഡ് പീസിൽ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, അത് ഹാപ്ലോയിഡ് ആയിരിക്കും. ക്രോമസോം കണ്ടീഷൻ, അതുപോലെ ഒരു ക്രോമസോം മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഈ സ്പേമിൻ്റെ ഹെഡിൽ ആൻറ്റീരിയർ പോർഷനിലായിട്ടൊരു എക്രോസോം എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടാവും. എക്രോസോമിൽ ഒരുപാട് ഹൈഡ്രോളിറ്റിക് ആയിട്ടുള്ള എൻസൈമുകൾ ഉണ്ടായിരിക്കും. ആ എൻസൈമുകളാണ് ഓവത്തിനെ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് സ്പേമിന് സഹായിക്കുന്നത്. അതുപോലെ അതിൻ്റെ നെക്ക് പീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് പോർഷനാണ്. ഹെഡിൻ്റെയും മിഡിലിൻ്റെയും നടുക്കുള്ള പോർഷനാണ് നെക്ക്. മിഡിൽ പീസിലാണെങ്കിൽ ഒരുപാട് മൈറ്റോകോൺട്രിയ ഉണ്ടായിരിക്കും. ആ മൈറ്റോകോൺട്രിയാണ്
ടെയിലിന് മൂവ് ചെയ്യാനായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യണത്. അതുപോലെ ഒരു ഹ്യൂമൻ മെയിൽ ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ 200 to 300 മില്യൺ സ്പേംസ് ഉണ്ടായിരിക്കും. ആ സ്പേംസ് ഒരു കോയിറ്റസിൽ തന്നെ 200-300 മില്യൺ സ്പേംസിൽ നല്ല ഫെർട്ടിലിറ്റി ഉണ്ടാവണമെങ്കിൽ ഒരു 60% സ്പേമിനെങ്കിലും നോർമൽ ഷേപ്പും സൈസും ഉണ്ടായിരിക്കണം. 40% സ്പേമിന് വിഗറസ് ആയിട്ട് ആക്റ്റീവ്ലി മൂവ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ സ്പേംസ് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സെമിനിഫറസ് ട്യൂബിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് അതിനെ ആരൊക്കെ സഹായിക്കണം? ഒരുപാട് ആക്സസറി ഡക്റ്റുകളുണ്ട്. അതുപോലെ ആക്സസറി ഡക്റ്റുകളും ഗ്ലാൻഡുകളെയും കൺട്രോൾ ചെയ്യണത് മെയിൽ ഹോർമോണായ ആൻഡ്രജനാണ്. അപ്പോൾ എപ്പിഡൈമിസ്, വാസ് ഡിഫറൻസ്, അതുപോലെ സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ് ഇവരുടെയൊക്കെ സെക്രീഷൻസ് ആണ് സ്പേമിനെ മെച്യൂർ ആവാനും മോട്ടൈൽ ആവാനും സഹായിക്കുന്നത്. ഫൈനലി സ്പേം പുറത്ത് വരുമ്പോൾ സെമൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സോ സെമിനൽ പ്ലാസ്മയും പ്ലസ് സ്പേമിനും കൂടിയുള്ള ഒരു കോമ്പോസിഷനെ വിളിക്കുന്ന പേരാണ് സെമൻ. ഇത്രയുമാണ് ഒരു സ്പേമിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫീച്ചേഴ്സ്. സോ ഇതാണ് സ്പേമിൻ്റെ സ്ട്രക്ചർ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ അതിനൊരു ഹെഡ് പീസ് ഉണ്ട്, നെക്ക് പീസ് ഉണ്ട്, മിഡിൽ പീസ് ഉണ്ട്, ടെയിൽ പീസ് ഉണ്ട്. സോ ഹെഡ് പീസിൻ്റെ പ്രത്യേകത നമ്മൾ എന്താ പറഞ്ഞത്? അതിനൊരു ക്യാപ്ലെക് സ്ട്രക്ചർ ഉണ്ട്. അതെന്തായിരുന്നു? എക്രോസോം. സോ ഇതാണ് അതിൻ്റെ എക്രോസോം എന്ന് പറഞ്ഞ സ്ട്രക്ചർ. അവിടെ ഒരുപാട് ഹൈഡ്രോളിറ്റിക് ആയിട്ടുള്ള എൻസൈമുകളുണ്ട്. പിന്നെ ഹോൾ ബോഡി, സ്പേമിൻ്റെ ഹോൾ ബോഡി കവർ ചെയ്തിരിക്കുന്നത് പ്ലാസ്മ മെമ്പറൈൻ വെച്ചിട്ടാണ്. സോ പ്ലാസ്മ മെമ്പറൈൻ വെച്ചിട്ടാണ് സ്പേമിൻ്റെ ഹോൾ ബോഡി കവർ ചെയ്തേക്കണേ. അതുപോലെ സ്പേമിൻ്റെ ഹെഡിലൊരു ക്യാപ്ലെക് സ്ട്രക്ചർ, എക്രോസോമിൽ ഒരുപാട് ഹൈഡ്രോളിറ്റിക് ആയിട്ടുള്ള എൻസൈം ഉണ്ട്. ആ എൻസൈമാണ് സ്പേമിനെ ഓവത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അതുപോലെ ഹെഡിൽ ന്യൂക്ലിയസ് ഉണ്ട്. അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ന്യൂക്ലിയസ് കണ്ടെയ്നിങ് ക്രോമസോം മെറ്റീരിയൽ. ഹാപ്ലോയിഡ് ആയിരിക്കും നമ്മുടെ സ്പേമിൻ്റെ ഹെഡിൽ കാണുന്ന ന്യൂക്ലിയസ്. ബിക്കോസ് എന്താണ്? ഗാമേറ്റാണ്. ഇനി അതിൻ്റെ നെക്ക് ഏറ്റവും എന്താ പറയുക ഇടുങ്ങിയ സ്മോളസ്റ്റ് പോർഷനാണ് നെക്ക് പീസ് സ്പേമിൻ്റെ. ഇവിടെ നെക്ക് പീസിൽ സെൻട്രിയോൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ പ്രത്യേകതയാണ് നെക്ക് പീസിൽ സെൻട്രിയോൾ ഉണ്ടായിരിക്കും. ഈ സെൻട്രിയോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഫെർട്ടിലൈസേഷൻ സമയത്താണ് നമ്മൾ പറയും. സോ ഈ സെൻട്രിയോൾ കാരണമായിരിക്കും ഫീമെയിൽ ഗാമറ്റിലേക്ക് ഇത് മൂവ് ചെയ്ത് അതിൻ്റെ ബിയോട്ടി ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുക. സോ നെക്ക് പീസിന് സെൻട്രിയോൾ ഉണ്ടായിരിക്കും. പിന്നെ മിഡിൽ പീസാണ്. മിഡിൽ പീസ് എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് മൈറ്റോകോൺട്രിയ ഉണ്ടായിരിക്കും. മിഡിൽ പീസിൽ മൈറ്റോകോൺട്രിയ അത് ഇതിന് വേണ്ടിയിട്ടാണ് എനർജി സോഴ്സ് ഫോർ സ്വിമ്മിങ്. സോ ഈ സ്പേമിന് മൂവ് ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മിഡിൽ പീസിലുള്ള മൈറ്റോകോൺട്രിയ. നമ്മൾ പറഞ്ഞതാണ് മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ പവർ ഹൗസ് ഓഫ് എനർജിയാണ്. അത് കഴിഞ്ഞാൽ ടെയിൽ. സോ ടെയിലിന് പ്രൊപ്പൈൽ ചെയ്യാനുള്ള എനർജി ഇവിടെ നിന്ന് മൈറ്റോകോൺട്രിയ നിന്നാണ് കിട്ടുന്നത്, ഈ മിഡിൽ പീസിൽ നിന്നാണ് കിട്ടുന്നത്. ഇത്രയാണ് ഒരു സ്ട്രക്ചർ ഓഫ് എ സ്പേം.